തുറന്നിടാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലി അർപ്പിച്ചിടാം. പാടുവിൻ ജയഗീതികൾ, പിന്നിൻ മഹത്വരാജരാജനായി പാടുവിൻ സങ്കീർത്തനം, മണ്ണിന്റെ രക്ഷകനാഥനാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയുടെ ഈ ബലിപീഠത്തിൻ്റെ ചുറ്റും ഒരിക്കൽ കൂടെ ഒരു ബലിയർപ്പിക്കാനായി നമ്മൾ ഒന്ന് ചേർന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ബലിമധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന ആദ്യത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അവിടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ഇസ്രയേൽ ജനതയോട്, കണ്ണീരോടും വിലാപത്തോടും കൂടെ നിൽക്കുന്ന ഇസ്രയേൽ ജനതയോട് കർത്താവ് കരുണയോടുകൂടെ യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ പാനപാത്രവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് നിനക്ക് വഴി കാണിച്ചു തരും. കർത്താവ് നിൻ്റെ മുറിവുകൾ വച്ച് കെട്ടും. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം കുറേ കൂടെ വ്യക്തമായി ഈശോയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. തന്നെ അനുഗമിക്കുന്നൊരു ജനക്കൂട്ടത്തെ കണ്ട് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ട് കർത്താവിന് അവരോട് അനുകമ്പ തോന്നി എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അനുകമ്പ തോന്നിയ കർത്താവ് പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകിക്കൊണ്ട് അവരെ ഈ ജനതയുടെ ഇടയിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ ലോകത്തിലേക്ക് കർത്താവ് ഒഴുക്കുന്നത് അവിടുത്തെ അയക്കപ്പെട്ടവരിലൂടെയാണ്. അയക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളായ മെത്രാന്മാരും വൈദികരും മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവളാണ്. കർത്താവിൻ്റെ കരുണയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ടവർ. നമ്മൾ ഇന്ന് ഈ ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയം ഇതാണ്. കർത്താവിൻ്റെ കരുണയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ അയച്ചിട്ട് ആ ശുശ്രൂഷ ചെയ്യുന്നതിൽ എനിക്ക് പരാജയം വന്നു പോയിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കാൻ ഞാൻ പരാജയപ്പെട്ടോ? എൻ്റെ ജീവിത പങ്കാളിയോട് കർത്താവിൻ്റെ കരുണ ഞാൻ കാണിച്ചോ? എൻ്റെ മക്കളോട് കർത്താവിൻ്റെ കരുണ ഞാൻ കാണിച്ചോ? എൻ്റെ അയൽവാസികളോട് കർത്താവിൻ്റെ കരുണ ഞാൻ കാണിച്ചോ? എൻ്റെ സഹപ്രവർത്തകരോട് കർത്താവിൻ്റെ കരുണ ഞാൻ കാണിച്ചോ? കരുണ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ അതെല്ലാം അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പും മോചനവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മനുഷ്യരാശിയെ പഴയ സ്ഥിതിയിൽ നിന്നും മോചിപ്പിക്കുവാൻ അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഭക്തിപൂർവം അവിടുത്തെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ അനുകമ്പയുടെ കൃപ ഉന്നതത്തിൽ നിന്ന് ചൊരിയണമേ. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സമ്മാനം നേടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഇസ്രയേലിൻ്റെ പരിശുദ്ധനും ദൈവവുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലം ഉഴുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലികൊണ്ടും ഒതുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. മഹാസംഹാരത്തിൻ്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണ് തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം, ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം 7 ഇരട്ടി ഒന്നിച്ചായിരുന്നല്ലെന്ന പോലെയും ആകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രയേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, അവയോരോന്നിനും പേരിടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറ പറ്റിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അവൻ അവരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിജാതീയരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രയേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ, ആരാധ്യമാകും തിരുസന്നിധേ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ, ആരാധ്യനാകും തിരുസന്നിധേ. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. താളത്തിൽ ഉയരുമേ കാരുണ്യരൂപത്തിൽ കാഴ്ചയായേകാം എൻ സർവ്വവും. കാരുണ്യവാരിധി സ്വീകരിക്കൂ, ധന്യമായി തീർക്കൂ ഈ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങയുടെ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധനാ ബലി നിർവിഘ്നം അങ്ങയ്ക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും നിറഞ്ഞ മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകുവാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങയുടെ ജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ തൃക്കൺ പാർക്കുകയും അവയുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങയുടെ മക്കളായിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേ പക്കൽ എത്തിച്ചേരുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ
തീർത്തും നീതിമാനായ അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്ത അടയാളമായി തീരുവാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കാൻ തിരുമനസ്സായി. അത്താഴവേളയിൽ അവിടുന്ന് അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ടതിൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് അറിഞ്ഞ് അവിടുന്ന് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങയുടെ പുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ഈ ബലി കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേ പുത്രൻ്റെ ബലി വഴിയായി അങ്ങയോടൊന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗഭാക്കുകളാകുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ച് ചേർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആൻ്റണി മെത്രാനോടും ഒന്നു ചേർന്ന് ഞങ്ങളെപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്താൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങയുടെ കരുണയ്ക്കായി വിനയപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരങ്ങളോടുമൊപ്പം അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്നും വിമുക്തരായി പൂർണ്ണമായും നവസൃഷ്ടികളാക്കപ്പെട്ട് എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവം അങ്ങയ്ക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശാപൂർവം നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഈ സമൂഹത്തെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൈശാചികമായ പീഡകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ഈശോയുടെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ അവനിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം.
ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്നും മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.